അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഹോമിയോപ്പതി സയൻസ് ആണോ? അല്ലേ? അല്ലല്ല. അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് വിശ്വാസത്തെ ബേസ് ചെയ്താണ്. ആയുർവേദം സയൻസ് ആണോ? അല്ലേ? അല്ല എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ, എനിക്കതിന് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. പക്ഷെ ആണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതവര് പ്രൂവ് ചെയ്യണ്ടേ? അത് അവരുടെ പ്രോബ്ലം, എന്റെ പ്രോബ്ലം അല്ല. പക്ഷെ അത് ആയുർവേദം ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഹോമിയോപ്പതി ആണ്. പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ. ഇപ്പൊ മോഡേൺ മെഡിസിനിൽ ആണെങ്കിൽ പോലും അവരിപ്പോ ഒരു സംഭവം കൊണ്ടുവരികയാണ്. അവർക്ക് അതിനകത്തൊരു ഉത്തരവാദിത്തമില്ല. അവര് നമ്മുടെ മുമ്പിൽ അല്ല. മോഡേൺ മെഡിസിനിൽ ദർ ഇസ് എ സയന്റിഫിക് പ്രോസസ്. ഇപ്പോൾ ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സയന്റിഫിക് പ്രോസസ്സ് ഉണ്ട്. അതിൽ ടെസ്റ്റ് ചെയ്യുന്നതും കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് അല്ലാത്തവർ അതിൻ്റെ എഫിക്കസി സ്റ്റഡി, അതിനുള്ള എത്ര മാർഗമല്ല എന്നുള്ളൊരു ഫുള്ളി ഡോക്യുമെൻറ്റഡ് ആണ് ഒരു മെഡിസിൻ തരുന്നത്. ഒരു പ്രോസസ്സ് മോഡേൺ മെഡിസിനിൽ പ്രൂവ്ഡ് ആണ്. പക്ഷേ ആയുർവേദത്തിൽ പ്രൂവ്ഡ് അല്ല. അവർ ചെയ്യേണ്ടത് ഈ എഫിക്കസി സ്റ്റഡി, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റുകൾ ആയുർവേദത്തിൽ ചെയ്ത് ഇപ്പോൾ ഇന്ന മരുന്നുകൾ ഇന്ന ഇലകൾക്ക് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഗുണം ഇല്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ് നടത്താത്ത ഒരു സാധനമാണ്. പക്ഷേ അതുകൊണ്ട് ആയുർവേദം തെറ്റാണ് എന്ന് പറയാൻ എനിക്കാവില്ല. കാരണം സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല ആയുർവേദം.